ഇത് വനസംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നില്ല, നിലം തേടിയ മനുഷ്യരുടെ നിലവിളികളായിരുന്നു. 2003 ഫെബ്രുവരിയിൽ കേരളം കണ്ട നടുങ്ങിയ കാഴ്ച. വയനാടിൻ്റെ ഹൃദയത്തിൽ മുത്തങ്ങ കാടുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ആദിവാസി സമൂഹം നീതിയെ മുൻനിർത്തി തികച്ചും ജനാധിപത്യപരമായി സമരം നടത്തുന്നു. അതിൽ പിന്നെ അതിക്രൂരമായ പീഡനത്തിനും അടിച്ചമർത്തലിനും പോലീസിൻ്റെ നരനായാട്ടിനും ആ ജനത ഇരയാവേണ്ടി വരുന്നു. അതെ, കേരളത്തിൻ്റെ ഭൂസമരങ്ങളിലെ പ്രധാന നാഴികക്കല്ലായി മാറിയ മുത്തങ്ങ സമരത്തെക്കുറിച്ചറിയാം സിനി സ്നാപ്പിലൂടെ. ആയിരത്തി 1914 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം കാട്ടുനായ്ക്കർ സമുദായത്തിനും പണിയ സമുദായത്തിനും മുത്തങ്ങ പ്രദേശത്തിന്മേൽ അധികാരമുണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ 1974 വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം നിക്ഷിപ്ത വനഭൂമിയായ 12,000 ഏക്കർ ഭൂമി മുത്തങ്ങയിലുണ്ട്. മാധവമേനോൻ കമ്മീഷൻ പ്രകാരം അതിൻ്റെ 50% ഭൂമിയും ആദിവാസികൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. 1964 വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിലായാണ് ആദിവാസി ജനതയെ മുത്തങ്ങ വനത്തിൽ നിന്നും കുടിയിറക്കുന്നത്. പിന്നീട് 1980 യൂക്കാലിപ്സ് തോട്ടത്തിൻ്റെ പേരിലും അവരെ കുടിയിറക്കുകയുണ്ടായി. കുടിയിറക്കപ്പെട്ടവരിൽ കൂടുതൽ ആ ഭൂമിയിൽ പാരമ്പര്യ അവകാശമുള്ളവരായിരുന്നു. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആ ജനതയുടെ ജീവിതം പിന്നീട് ദുസ്സഹപൂർണമായിരുന്നു. രണ്ടായിരത്തി പട്ടിണി കിടന്ന് 32 ആദിവാസികൾ മരിച്ചു. അതിനെ തുടർന്ന് വയനാട്ടിലെ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു. കൃഷി ചെയ്ത് ജീവിക്കാൻ ഭൂമിയില്ലായ്മയാണ് മരണങ്ങൾക്ക് ഒരു കാരണം. ഭൂരഹിതരായ ആദിവാസി ജനതയ്ക്ക് സ്വന്തമായി ഭൂമി എന്ന ആവശ്യമുയർത്തി CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ തലസ്ഥാന നഗരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലായി കുടിൽകെട്ടി സമരം നടന്നു. അതിൻ്റെ ഫലമായി ഒരു പുതിയ സംഘടന രൂപം കൊണ്ടു, ആദിവാസി ഗോത്ര മഹാസഭ. ഒരാൾ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം എന്നതായിരുന്നു സമരത്തിൻ്റെ മുദ്രാവാക്യം. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസി ജനതയോട് തുടക്കത്തിൽ നിഷേധ സമീപനമായിരുന്നു സർക്കാരിന്. അങ്ങനെ സമരം തുടങ്ങി 48 ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുമായി സമരക്കാർ ഒരു ധാരണയിലെത്തുന്നു. അതിൻ പ്രകാരം ചില കരാറുകളിലും എത്തുന്നു. അദ്ദേഹം ഓരോ ആദിവാസി കുടുംബത്തിനും കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി നൽകാമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ ഈ കരാറും വാഗ്ദാനവും ആ ജനതയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചത്. കരാർ പാലിക്കുന്നതിലെ വീഴ്ചയും കപട വാഗ്ദാനത്തിനുമെതിരെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 2003 CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ ആദിവാസി ജനത മുത്തങ്ങയിലെത്തുന്നു. മുത്തങ്ങയിലെ തകരപ്പടി മുതൽ അമ്പുകുത്തി വരെയും അവർ കുടിലുകൾ കെട്ടി ഊരി സ്ഥാപിച്ചു. കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി ആ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി. 8 ഊരുകൂട്ടങ്ങളാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഉണ്ടായത്. നിറഞ്ഞ സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകൾ. പലരും സ്ഥിരമായി മുത്തങ്ങയിൽ താമസിക്കാൻ വേണ്ടി അവരുടെ പഴയ കുടിലുകളെയും പൊളിച്ചു വന്നിരുന്നു. കൃഷിപ്പണിയും കുടിയിരുപ്പുമായി ആ പല വിഭാഗക്കാർ ഒരുമയായി ഏകദേശം 50 ദിവസത്തോളം മുത്തങ്ങയിൽ സഹവസിച്ചു. ഫെബ്രുവരി 17 രാവിലെ മുത്തങ്ങയിൽ തീ പടർന്നു. അതിനെക്കുറിച്ച് തിരച്ചിൽ നടത്തിയ ആദിവാസി ജനത വനം വകുപ്പിന്റെ വാച്ചർമാരടക്കം 22 പേരുൾപ്പെടുന്ന ഒരു സംഘത്തെ കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചു. അവരുടെ ജീപ്പിൽ നിന്ന് പെട്രോളും ആനപ്പിണ്ടവും കണ്ടെടുത്തിരുന്നു. ജില്ലാ കലക്ടർ വന്ന് കാട് അതിക്രമിച്ച കുറ്റവാളികളുടെ പേരിൽ കേസെടുക്കാമെന്ന് പറഞ്ഞതിനു ശേഷം അവരെ ആദിവാസി ജനത വിട്ടയച്ചു. ആദിവാസികൾ ഒരു സംഘത്തെ അന്യായമായി ബന്ദിയാക്കിയെന്ന് പരാതി നൽകി ആദിവാസി വിഭാഗത്തിനെതിരെ കേസെടുത്തു. ഫെബ്രുവരി 19 ബുധനാഴ്ച രാവിലെ സമരക്കാർ കയ്യേറിയ തകരപ്പാടി വനം ഒഴിപ്പിക്കാനായി 800ഓളം പോലീസുകാരുടെ സേനയെ വിന്യസിക്കുന്നു. കൽപ്പറ്റ DYSP, മാനന്തവാടി DYSP എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സേന വനത്തിനകത്തേക്ക് എത്തുന്നു. DIG ഓഫ് പോലീസ്, വയനാട് പോലീസ് സൂപ്രണ്ട്, KAP കമാൻഡർ, വയനാട് ജില്ലാ കലക്ടറും ചേർന്ന് അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നു. പ്രതിഷേധക്കാരായ ആദിവാസി ജനതയോട് അമ്പും വില്ലും മഴുവും അരിവാളും അടങ്ങുന്ന അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുവാൻ പോലീസ് ആവശ്യപ്പെടുന്നു. മരിക്കേണ്ടി വന്നാലും ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും 10 ആദിവാസികളെ പിടികൂടുകയും ചെയ്തു. രക്ഷപ്പെട്ട മറ്റു പലർ കാട്ടിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. കാക്കപ്പാടം വനത്തിൽ ആദിവാസികൾ ഉൾവനത്തിലേക്ക് കയറി. അവിടെ ഒരു താഴ്ന്ന താഴ്വാരയിൽ പോലീസും കുന്നുകളിലായി പ്രതിഷേധക്കാരും നിന്നു.
പ്രതിഷേധക്കാർ പോലീസിന് നേരെ തീയിട്ടു. ഒരു പോലീസുകാരനെ സമരക്കാർ വെട്ടിവീഴ്ത്തി. ഉൾവനങ്ങളിലേക്ക് ഓടിക്കയറുന്ന സമരക്കാരെ പോലീസ് സേന പിടികൂടി. അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അന്ന് നടന്ന പോലീസ് വെടിവെപ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. KAP കണ്ണൂർ ബറ്റാലിയനിലെ വിനോദ് എന്ന പോലീസുകാരനും ജോഗി എന്ന ആദിവാസിയും. രാവിലെ നടന്ന പോലീസ് വെടിവെപ്പിൽ വിനോദിനെയും ഒരു DFOയും ആദിവാസികൾ ആക്രമിച്ചു എന്ന കാരണത്താലാണ് വൈകുന്നേരം കൂടുതൽ പോലീസുകാരുമായി എത്തി രണ്ടാമത്തെ വെടിവെയ്പ് നടക്കുന്നത്. ആ വൈകുന്നേരത്തെ വെടിവെപ്പിലാണ് ജോഗിയും വിനോദും കൊല്ലപ്പെടുന്നത്. എന്നാൽ ആദിവാസി ഗോത്രമഹാസഭ പറയുന്നത് തിരച്ചിലിൽ വനത്തിലകപ്പെട്ട പോലീസ് സംഘം മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കുക എന്നതായിരുന്നു. തുടർന്നുള്ള സംഘർഷത്തിൽ വിനോദ് അടങ്ങുന്ന പോലീസ് സംഘത്തിനും ആദിവാസികൾക്കും സാരമായി പരിക്കേറ്റു. നിസാരമായി പരിക്കേറ്റ വിനോദിനെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകാതെ വൈകുന്നേരം വരെ കൂടുതൽ പോലീസുകാരെത്താൻ പോലീസ് സംഘം കാത്തിരുന്നു. വെടിയേറ്റ് പരിക്കേറ്റ് 15 പേരെങ്കിലും നിലത്തുകിടന്നു. ഓടി രക്ഷപ്പെട്ട ആദിവാസികളെയും സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് പിന്തുടർന്ന് വെടിവെച്ചിട്ടു. മുത്തങ്ങ സംഭവത്തിനെക്കുറിച്ച് പീപ്പിൾസ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ അന്വേഷണം നടത്തി. ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റിക്ക് വേണ്ടി പ്രമുഖ നിയമജ്ഞൻ വി കൃഷ്ണയ്യരാണ് കമ്മീഷൻ നിയമിച്ചത്. മുത്തങ്ങ സംഭവത്തിന്റെ കണ്ടെത്തലുകൾ ചേർത്തി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറക്കി. അതിൻ്റെ ആമുഖത്തിൽ കൃഷ്ണയ്യർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്നതും അവസാനത്തതുമായ ഒരു മേഖലയാണ് ആദിവാസി സമൂഹം. എല്ലാത്തര രാഷ്ട്രീയ പാർട്ടികളും നിയമപരമായ ഉപാധികളും ഈ നിർഭാഗ്യരെ ഇരകളാക്കിയിട്ടുണ്ട്. മുത്തങ്ങ സംഭവത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെയും അവസരവാദ രാഷ്ട്രീയക്കാരെയും പാർട്ടികളെയും കൃഷ്ണയ്യർ കുറ്റപ്പെടുത്തുന്നു. ആദിവാസി പ്രശ്നത്തിന്റെ യഥാർത്ഥ വശം അവരുടെ ഭൂമിയിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവരുടെ മനുഷ്യാവകാശമാണ്. അവരുടെ ഭൂമി കൊള്ളയടിക്കുക വഴി അവരുടെ ജീവിതം കൊള്ളയടിക്കപ്പെടുക കൂടിയാണ്. അവരെ അവരുടെ ചുറ്റുമുള്ള വനത്തിലേക്ക് ന്യായമായി പുനഃസ്ഥാപിച്ച് അവർക്ക് നീതി നൽകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണയ്യർ തന്റെ ആമുഖം അവസാനിപ്പിക്കുന്നത്. ഭൂരഹിത ആദിവാസി സമരത്തിന്റെ ചരിത്രം, ആദിവാസിക്ക് ഭൂമി തിരികെ നൽകുന്നതിലെ കാലതാമസത്തിനുള്ള കാരണങ്ങൾ, 1975-ലെയും 96-ലെയും 99-ലെയും വർഷങ്ങളിലെ ഭൂനിയമങ്ങളിൽ ആവശ്യമായ പോരായ്മകളും മാറ്റങ്ങളും തുടങ്ങി പരിഗണനാ വിഷയങ്ങൾ കൃഷ്ണയ്യർ കമ്മീഷന് സമർപ്പിച്ചു. പോലീസിന്റെ ആക്രമാസക്തമായ ഏറ്റുമുട്ടലും തൽഫലമായി ഉണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളും ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് അന്വേഷിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. മുത്തങ്ങയിലെ പോലീസ് നടപടി തികച്ചും അപലപനീയവും അനാവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം 800ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഓപ്പറേഷൻ അയച്ചതായി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഒരു പോലീസും ആദിവാസിയും കൊല്ലപ്പെട്ടു. ഈ വാദം ആദിവാസി സഭ എതിർക്കുകയും 16 ആദിവാസികളെ വെടിവെച്ച് കൊന്നുവെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഏറ്റുമുട്ടലിന്റെ തൊട്ടുമുമ്പുള്ള സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്: ഫെബ്രുവരി 18-ന് ജില്ലാ കലക്ടർ മുത്തങ്ങ സന്ദർശിക്കുകയും ആദിവാസികൾ നടപ്പിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കാൻ അനുനയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആദിവാസികൾ മുത്തങ്ങ സങ്കേതം വിട്ടുപോയില്ലെങ്കിൽ അടുത്ത ദിവസം അവരെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുമെന്ന് കലക്ടർ അറിയിച്ചില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നറിയാൻ ആദിവാസികൾക്ക് അവകാശമുണ്ടെന്ന് റിപ്പോർട്ട് വാദിക്കുന്നു. കമ്മീഷൻ ചോദ്യം ചെയ്തപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം ബലപ്രയോഗം നടത്താൻ തീരുമാനിച്ചതായി ജില്ലാ കലക്ടർ വെളിപ്പെടുത്തി. ഫെബ്രുവരി 19-ന് ശേഷവും നിയമത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനം റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആദിവാസി പുരുഷന്മാരെയും സ്ത്രീകളെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ചു. ചില സ്ത്രീകളെയും കുട്ടികളെയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോയി 3 ദിവസത്തേക്ക് ബന്ദികളാക്കി. കൊലപാതക കുറ്റം ചുമത്തി ഒരു കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ഫെബ്രുവരി 19-ലെ ദാരുണമായ സംഭവങ്ങൾക്ക് കമ്മീഷൻ കേരള സർക്കാരിനെയാണ് ഉത്തരവാദിയെന്ന് ആരോപിക്കുന്നത്. പ്രതിഷേധത്തോട് സർക്കാർ കാണിച്ച പ്രതികരണവും സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തിൽ ഹീനമായി പ്രതിഷേധക്കാരെ വകവരുത്തിയ കേരള സർക്കാരിൻ്റെ ഉദ്ദേശങ്ങളെയും കമ്മിറ്റി ചോദ്യം ചെയ്യുന്നു. ഫെബ്രുവരി 19-ന് കേരളത്തിലെ ആദിവാസി കോളനികളിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളും നിരപരാധികളുടെ അറസ്റ്റും ക്രൂരപീഡനങ്ങളും അന്വേഷിക്കുന്നതിനായി 2003 ഫെബ്രുവരി 24-ന് കേരള സർക്കാർ
ചീഫ് സെക്രട്ടറിയിൽ നിന്നും കേരള പോലീസ് ഡയറക്ടറിൽ നിന്നും റിപ്പോർട്ട് തേടി. പ്രതിഷേധക്കാരാണ് നിയമം ലംഘിച്ചതെന്നും ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തിയെന്നും ആരോപിച്ച് കേരളം നൽകിയ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിച്ചില്ല. ഡൽഹിയിലെ മനുഷ്യാവകാശ പ്രവർത്തക നിർമ്മല ദേശ്പാണ്ഡെയുടെ പരാതിയെ തുടർന്ന് ജസ്റ്റിസ് AS ആനന്ദ് മുത്തങ്ങ സമരവും പോലീസ് വെടിവയ്പും CBI കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിറക്കി. CBI കേസ് എടുത്തതുകൊണ്ട് വയനാട് ഡയറ്റിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ KK സുരേന്ദ്രനും MK രാംദാസ് എന്ന മാധ്യമപ്രവർത്തകനെയും ഒഴിവാക്കപ്പെട്ടു. അനധികൃത തടങ്കലിനും കസ്റ്റഡി പീഡനത്തിനും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ നടത്തിയ 17 വർഷം നീണ്ട പോരാട്ടത്തിന് ശേഷം 5 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് 2021 കോടതി ഉത്തരവിട്ടു. മുത്തങ്ങ സമരത്തെ തുടർന്ന് പലയിടങ്ങളിലും ആദിവാസികൾക്ക് ഭൂമി നൽകപ്പെട്ടെങ്കിലും അതിനെ കാര്യക്ഷമമായി ഉപയോഗിക്കാനാവില്ല. മുത്തങ്ങ സമരത്തിന്റെ 2 പതിറ്റാണ്ടിനിപ്പുറവും ആദിവാസി ജനതയുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ കിടന്നു. അന്നത്തെ പോലീസ് പീഡനങ്ങളുടെ മുറിവുകൾ അവരെ ശാരീരികവും മാനസികവുമായി ബാധിച്ചു. ശാരീരികമായി ബാധിച്ചവരിൽ ചിലർ മൃത്യു അടഞ്ഞു, മറ്റു ചിലർ രോഗികളും ചിലർ മാനസിക രോഗത്തിനും അടിമകളായി. പുരോഗമനത്തിന്റെ ഉന്നതികൾ കേരളം കൈയടക്കിയെന്ന് പറയുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനതയെ മാറി മാറി വരുന്ന സർക്കാരുകൾ പുറമ്പോക്ക് ഭൂമികളിലും കോളനികളിലും ഒതുക്കി നിർത്തുന്നു. ജനിച്ച നാട്ടിൽ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. മുത്തങ്ങ കാടുകളിൽ നിന്നും ഉയർന്ന ആ നിലവിളികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമരം വെടിയുണ്ടകൾ കൊണ്ട് നിശബ്ദമാക്കിയെങ്കിലും പോരാട്ടത്തിന്റെ തീക്കനലായി ഈ ഭൂസമരം ചരിത്രത്തിൽ നിന്ന് ജ്വലിക്കും.